18-ാമത്തെ അധ്യായത്തിൻ്റെ 19 തുടങ്ങി 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എഫെസോസിലെത്തി അവരെ അവിടെ വിട്ട് അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു. കുറെ കൂടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചിട്ട് അവൻ സമ്മതിക്കാതെ, ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമെന്ന് പറഞ്ഞ് വിടവാങ്ങി എഫെസോസിൽ നിന്ന് കപ്പൽ നീക്കി. എഫെസോസ് എന്ന് പറഞ്ഞ അന്നത്തെ റോമാ സാമ്രാജ്യത്തിലെ ഒരു വലിയ പട്ടണത്തിൽ ഒരു ദൈവസഭ സ്ഥാപിക്കപ്പെടുന്നതിൻ്റെ തുടക്കമാണ് നാം ഇവിടെ കാണുന്നത്. പൗലോസ് രണ്ടുപേരെ അവിടെ ചെന്ന് കൂട്ടിക്കൊണ്ടുവന്നു, അവരെ അവിടെ വിട്ടു. നമുക്കറിയാം, അവർ അക്വിലാവും പ്രിസ്കിലയുമാണ്. ഒരു യഹൂദനായ അക്വിലാവ്, തൻ്റെ ഭാര്യയായ പ്രിസ്കിലയും. അവരക്കാലത്ത് റോമിൽ നിന്ന് എല്ലാ യഹൂദന്മാരും വിട്ടുപോകണമെന്ന് ഒരു കൽപ്പനയുണ്ടായിട്ട് അവരവിടുന്ന് യാത്ര പുറപ്പെട്ട് ഈ ആസിയയുടെ പ്രദേശങ്ങളിലേക്ക് വന്നേക്കുക. പൗലോസ് അവരെ കണ്ടുമുട്ടുകയും ഒരുമിച്ച് അവർ കൂടാരപ്പണി, അവരുടെ അക്വിലാസിൻ്റെ തൊഴിലാകിയാൽ ചേർന്ന് ആ കൂടാരപ്പണി ചെയ്ത് അങ്ങനെ അവർ പരിചയപ്പെട്ട് അവർ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ അക്വിലാസിനെയും പ്രിസ്കില്ലയും ഈ എഫേസോസിൽ കൊണ്ടുപോയി അവിടെ അവരെ വിട്ടു ദൈവസഭയെ നോക്കാനായിട്ട് ആദ്യ സമയത്ത് അവരെ ഏൽപ്പിച്ചിട്ട് പൗലോസ് യാത്രയാകുന്നു. തിരിച്ചു വരാമെന്ന് താൻ പറഞ്ഞിട്ട്, ദൈവഹിതമാകിയാൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് പൗലോസ് അവിടെ നിന്ന് യാത്ര ചെയ്തു. ഇതാണ് തുടക്കം എഫെസോസിലെ സഭയുടെ. 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്നവൻ അവരോട് ചോദിച്ചതിന്, യോഹന്നാൻ്റെ സ്നാനം എന്നവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ച് തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധ ആത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാർ എല്ലാം കൂടി 12ഓളം ആയിരുന്നു. പിന്നെ അവൻ പള്ളിയിൽ ചെന്നു ദൈവരാജ്യത്തെക്കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിൻ്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു. തുറന്നോസിൻ്റെ പാഠശാലയിൽ ദിനംപ്രതി സംവാദിച്ചു പോന്നു. അത് 2 സംവത്സരത്തോളം നടക്കിയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാനിടയായി. എഫെസോസ് എന്ന് പറയുന്ന നമ്മൾ പറയുന്ന ഒരു അപ്പസ്തോലിക് ആയിട്ടുള്ളൊരു സഭയാണ്. ആ എഫെസോസിനെ കുറിച്ച് കർത്താവിന് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ആസിയയിൽ അവരായിരിക്കുമ്പോൾ തന്നെ എഫെസോസിൽ ആ വചനം എല്ലായിടവും മുഴുങ്ങിച്ചെല്ലുവാനും സ്പ്രെഡ് ചെയ്യാനും എഫെസോസിൽ ഒരു ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് സുവിശേഷം മറ്റെല്ലായിടങ്ങളിലും എത്തിക്കുവാനുമുള്ള കർത്താവിൻ്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് എഫെസോസ് എന്ന് പറയുന്നത്. അവിടെ വരുമ്പോൾ ശിഷ്യന്മാരെ കണ്ടപ്പോൾ തന്നെ പൗലോസ് അവരോട് നേരെ ചോദിക്കുന്നത്, നിങ്ങൾ വിശ്വസിച്ചോ? വിശ്വസിച്ചെങ്കിൽ പരിശുദ്ധ ആത്മാവിനെ പ്രാപിച്ചുവോ? നേരെ ചോദ്യം അതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അടുത്തത് ചോദിക്കുന്നത്, അപ്പോൾ നിങ്ങൾ ഏത് സ്നാനമാണ് നിങ്ങൾ സ്വീകരിച്ചത്? അവർ പറയുന്നു, മാനസാന്തര സ്നാനമാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അപ്പോൾ പൗലോസ് പറയുന്നു, മാനസാന്തര സ്നാനം ഒരു അടിസ്ഥാനമാണെങ്കിലും ദൈവസഭയിൽ ശിഷ്യരായിട്ട് മുമ്പോട്ട് പോകാൻ
യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് യേശു കർത്താവിൻ്റെ മരണത്തിലും അടക്കത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും വിശ്വസിച്ച് ആ ഉയർത്തെഴുന്നേൽപ്പിലൂടെ കിട്ടിയ ജയത്തിൽ വിശ്വസിച്ച് അങ്ങനെ ആ വിശ്വാസത്തിൽ സ്നാനപ്പെട്ട അതാണ് നമ്മുടെ അടിസ്ഥാനം. അങ്ങനെ കറക്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പൗലോസ് ആദ്യം തുടങ്ങി അവിടെ ഫൗണ്ടേഷൻ യഥാർത്ഥമായിട്ടിട്ട് തുടങ്ങിയ ഒരു സഭയാണ് എഫേസോസ്. അതുമാത്രമല്ല, നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ തുറന്നോസിൻ്റെ പാഠശാലയിൽ 2 സംവത്സരത്തോളം ദിനംപ്രതി നമ്മളിവിടെ കാണുന്നത് പോലെ, നമ്മളിപ്പോൾ ഞായറാഴ്ച വന്ന് ദൈവവചനം കേട്ടിട്ട് നമ്മൾ പോകുന്നു, അടുത്ത ഞായറാഴ്ച വരുന്നു. ഞങ്ങളിവിടെ ഇടയ്ക്കുള്ള മീറ്റിങ്ങിലൊക്കെ വരുന്നവർക്കറിയാം, അവിടെ ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് വചനം സംസാരിക്കുകയും ഡിസ്കസ് ചെയ്യുകയും സംവാദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈ 2 വർഷക്കാലം ദിനംപ്രതി പൗലോസ് സമ്പാദിച്ചു. അവിടങ്ങളിലുള്ള യഹൂദന്മാരും യവനന്മാരും എല്ലാം വചനം കേട്ടു. ഇതാണ് എഫേസോസിൻ്റെ ഒരു ഫൗണ്ടേഷൻ. സ്നാനം കറക്റ്റ് ചെയ്തു, പരിശുദ്ധാത്മാവിനെ എല്ലാവരും പ്രാപിക്കുക എന്നുള്ളൊരു കാര്യം പൗലോസ് ആദ്യമേ തന്നെ സംസാരിച്ചു. ദൈവവചനം ചിട്ടയോടെ പഠിപ്പിച്ചു. ഇങ്ങനെ എഫേസോസിൽ ഒരു അടിസ്ഥാനമിട്ടിട്ട് ഒരു ദൈവസഭ സ്ഥാപിച്ചു. നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പം നമുക്ക് ഏതാണ്ട് ഇതുപോലെയൊക്കെയുള്ള സൗകര്യങ്ങളാണ് കർത്താവ് തന്നത്. ഹൗസ് ഓഫ് പ്രയറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ചിന്തിച്ചപ്പോൾ 7 വർഷം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ 8ാമത്തെ വർഷത്തിലേക്ക് കയറിയിരിക്കുക. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചിന്തിച്ചത് 8ാമത്തെ വർഷം എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കത്തിൻ്റെ വർഷമാണ്. 7 വർഷം ഒരു കംപ്ലീഷൻ ആണെങ്കിൽ 8ാമത്തെ വർഷം ഒരു തുടക്കമാണ്. യെസ്, അതുകൊണ്ട് തന്നെയാണ് കർത്താവ് നമ്മളോട് വചനത്തിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെക്കുറിച്ച് ദൈവം എന്താഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുപിടിച്ചിട്ട് അതിലേക്കൊന്ന് കയറിപ്പറ്റാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇതുപോലെ അടിസ്ഥാനമിട്ട് പണിത ഒരു സഭ, തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പം എങ്ങനെയായിരുന്നു ആ സഭ അവിടെ? 11 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കിയാൽ അവൻ്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. ദൈവം തമ്പുരാൻ ഇതുപോലൊരു ഫൗണ്ടേഷൻ ഇട്ട് വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ഒരു സഭ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം തൻ്റെ വചനത്തിന് സാക്ഷി നിന്ന് തൻ്റെ കൈ നീട്ടി അവിടെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് കുറച്ചും കൂടെ ദൈവത്തിൻ്റെ കരം നമ്മുടെ മധ്യേ വെളിപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. പൗലോസിൻ്റെ മെയ്മേലിട്ട ഉത്തരിയും റൂമാലും കൊണ്ട് രോഗികളുടെ മേലിട്ടാൽ ആ രോഗികൾ സൗഖ്യമാക്കുന്ന ഒരു നിലയിൽ പൗലോസ് അവിടെ ശുശ്രൂഷിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു ദൈവസഭ അവിടെ നിൽക്കുമ്പോൾ മന്ത്രവാദികൾ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാജിക്, ബാക്കിയുള്ള ഇരുട്ടിൻ്റെ പ്രവർത്തികളൊക്കെ വെളിപ്പെടുകയും അത് ദൈവസഭയുടെ മുമ്പാകെ തോറ്റടിയറ പറയുകയും ചെയ്യാൻ തുടങ്ങി. അടുത്തത്, കാരണം അതാണ് നമ്മൾ 13 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഭാഗം നമുക്കറിയാവുന്നത് കൊണ്ട് ഞാൻ എടുക്കുന്നില്ല. 17ാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ, ഇത് എഫേസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു, അവർക്കൊക്കെയും ഭയം തട്ടി. ദൈവസഭയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഒരു ഭയം ആ ദേശത്തുണ്ടായി. ദൈവഭയമുണ്ടായി. ദേശത്ത് ദൈവഭയമുണ്ടായി,
അത് മാത്രമല്ല 18 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്കുകൂട്ടിയാറെ 50,000 വെള്ളിക്കാശെന്ന് കണ്ടു. ഞാൻ നോക്കിയിട്ട് ഇന്നത്തെ ഒരു ഇതിനെ വെച്ച് നോക്കുമ്പം ഡെയിലി വേജസ് നമ്മളെ കേരളത്തിലെ വെച്ച് നോക്കുകയാണെങ്കിൽ 50 കോടി രൂപ മിനിമം ഉള്ള പുസ്തകങ്ങൾ കൊണ്ടുവന്ന് ദൈവസഭയുടെ മുമ്പിലോട്ടിട്ട് കത്തിക്കുക. അപ്പം ഏതളവിൽ അവിടെ അന്ധകാരം വ്യാപരിച്ചു കൊണ്ടിരുന്നു. ദൈവസഭ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഏതളവിൽ ഈ അന്ധകാരത്തെ ദൈവസഭ ജയിച്ചു എന്നുള്ളത് അവിടെ നമ്മൾ കാണുന്നത്. ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് ബലപ്പെട്ടു. അപ്പം എഫെസോസിലെ സഭ ഇങ്ങനെ വളർന്നു ശക്തിപ്പെട്ടു. അവർ മാത്രമല്ല, അവർ മുഖാന്തരം ആ ദേശം മുഴുവൻ വിടിവിക്കപ്പെടാനായിട്ട് തുടങ്ങി. അപ്പോൾ പൗലോസ് അവിടുന്ന് പിന്നെ തൻ്റെ യാത്ര പോയി. പൗലോസ് പിന്നെ എഫെസോസിലെ കാര്യങ്ങൾ നമ്മൾ നോക്കണമെങ്കിൽ ഇത്രയും പറഞ്ഞ് ഈ ഭാഗം നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ എഫെസോസിന് വേണ്ടിയിലേക്ക് പൗലോസ് ഒരു എഴുത്തെഴുതിയത് നമുക്കറിയാം. എഫേസ്യ ലേഖനം. അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്, അവരിത്രയുമൊക്കെ പ്രാപിച്ചെങ്കിൽ ഇവിടം കൊണ്ട് നിൽക്കാനല്ല ദൈവം ഉദ്ദേശിച്ചേക്കുന്നത്, മുമ്പോട്ട് പോകാനാണ് എന്ന് പറഞ്ഞ് അവർക്കെഴുതിയ എഴുത്താണ് എഫേസ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഫേസ്യർക്കുള്ള ലേഖനം. എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ 1-ാമത്തെ അധ്യായം 5 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്, തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അതവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അതെ, നമുക്ക് അവിടെ നിർത്താം. ഇത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ കർത്താവ് എന്താണ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു തിയോളജിക്കലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പൗലോസ് അവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ എഫേസ്യൻ ചർച്ചിൻ്റെ കാര്യമാണ് നമ്മൾ മുമ്പോട്ട് വരേണ്ടത്. ഇവരോട് പറയുന്നത് 17 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറഞ്ഞു, ഇതൊക്കെ കൊള്ളാം, അന്ധകാര ശക്തികൾ കീഴടങ്ങാൻ തുടങ്ങി. പക്ഷേ നിങ്ങൾ കർത്താവിനോടുള്ള സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം. അവന് നിങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കണം. ഇതാണ് പൗലോസ് ഈ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരായ റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് ഇൻ ലവ്. എന്നിട്ട് നിങ്ങൾ വളരണം. ആ കർത്താവ് ആഗ്രഹിക്കുന്ന ആ നിറവിലേക്ക് പോകണമെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ യഥാർത്ഥമായ ഒരു വെളിപ്പാട് പ്രാപിക്കാതെ അത് സാധ്യമല്ല എന്ന് പൗലോസ് അവരോട് പറഞ്ഞിട്ട് ആ സ്നേഹത്തെ അറിയാനും അനുഭവിക്കുവാനും മനസ്സിലാക്കുവാനും അവരെ പിന്നെയും അവരെ പ്രബോധിപ്പിച്ചു. 5-ാമത്തെ അധ്യായത്തിൽ വരികയാണെങ്കിൽ 1-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. പിന്നെയും പൗലോസ് ഇവരോട് പറയുന്നത് സ്നേഹത്തിൻ്റെ വിഷയം. 6-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം ഒന്ന് എടുത്തു നോക്കി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ
അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാണ് താൻ തൻ്റെ ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. ബെനഡിക്ഷൻ, ലവ് വിത്ത് ആൻ അൺഡൈയിങ് ലവ്, അതാണ് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. അക്ഷയമായൊരു സ്നേഹം, നശിച്ചു പോകാത്തൊരു സ്നേഹം, ഇതാണ് എഫേസ്യരോട് പറഞ്ഞത്. ഈ സഭയെ മുമ്പോട്ട് നയിക്കുന്ന വിഷയം നമ്മൾ കാണുകയാണെങ്കിൽ പൗലോസ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസത്തിൽ തൻ്റെ നിജപുത്രനായ എന്ന് വിളിക്കുന്ന തിമോത്തിയോസിനെയാണ് എഫേസോസിലോട്ട് അയക്കുന്നത്. 1 തിമോത്തിയോസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ സഭയെ നയിക്കുവാൻ ആ പാസ്റ്ററൽ കെയർ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം. 1-ാമത്തെ അധ്യായം തുടങ്ങി നമുക്ക് ആ ഭാഗങ്ങളിലെല്ലാം കാണാം. ഈ തിമോത്തിയോസിനെ അയക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നു, എത്രയും അടിസ്ഥാനമിട്ട് പണിത സഭ പതുക്കെ ആ സ്ഥാനത്തു നിന്ന് പതുക്കെ അകലാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. 1-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം എന്താ പറഞ്ഞേക്കുന്നത്? അന്യഥ ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവീയ വ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫേസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ആലോചിച്ച് നോക്കിയേ, ഒരു ചെറിയ കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് അടിസ്ഥാനമിട്ട് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും കർത്താവ് കരം നീട്ടി ഉത്രയും ഉറപ്പിച്ച് 2 വർഷം പൗലോസ് ദിവസവും പഠിപ്പിച്ച ഒരു ദൈവസഭ ഡ്രിഫ്റ്റ് ചെയ്യുക. ദൈവമക്കളെ, നമുക്കിതിനകത്ത് നിലനിൽക്കണം എന്ന് പറയുമ്പോൾ എത്ര നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഈ ഭാഗം നമ്മളെ കാണിക്കുന്നത്. 2 തിമോത്തിയോസിലോട്ട് വന്നാൽ എൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ ഒരു വാക്യത്തിൽ പറയുന്നത്, ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും, അങ്ങനെയുള്ളവരെ വിട്ടൊഴിയണം. നോക്കിയാൽ ഒരു ഫോമുണ്ട്. എല്ലാവരും സമയത്തിന് ആരാധനയ്ക്ക് വരുന്നുണ്ട്, എല്ലാവരും കർത്താവിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നുണ്ട്. പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, ഒരു ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷേ ശക്തിയില്ല. ഈ ഒരു നിലയിലേക്ക് ദൈവസഭ മാറുകയാണ്. വെളി മാത്രമേ ഉള്ളൂ, ഒരു ഷോയുണ്ട്, കാര്യത്തിനൊന്നും ഇപ്പം പോരാ. ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പം ഏതാണ്ട് ആ പൗലോസ് എഴുത്തൊക്കെ എഴുതുന്നത് AD 60 തൊട്ട് 62 കാലഘട്ടത്തിലാണ്. തിരിച്ച് നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ വന്നപ്പോഴത്തേക്ക് AD 90 തൊട്ട് 95 വരെയുള്ള കാലഘട്ടത്തിൽ യോഹന്നാനിലൂടെ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ എഫേസോസിലെ സഭയോട് എന്താണ് സംസാരിച്ചത് കർത്താവ്? വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിൻ്റെ 2 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരില്ലാതിരിക്കെ ഞങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. ആദ്യമേ അവർക്കുള്ള നന്മകൾ കർത്താവ് അങ്ങ് എഗ്രി ചെയ്യുക, കമൻ്റ് ചെയ്യുക, കൊള്ളാം. They are very strong doctrinally. പക്ഷേ അടുത്ത കർത്താവ് പറയുന്നത് എന്താ? പൗലോസ് നീണ്ട് എഴുത്തെഴുതുകയും പറയുകയും പഠിപ്പിച്ചതും എന്നാൽ എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. അവർക്ക് ബാക്കി ഫോം എല്ലാം ഉണ്ട്, പക്ഷേ സ്നേഹത്തിൻ്റെ വിഷയം വരുന്നപ്പോൾ സ്നേഹമില്ല, നഷ്ടപ്പെട്ടു.
ഭക്തിയുടെ ഒരു വേഷം, അതിൻ്റെ ശക്തി ത്യജിച്ചവരായിട്ട് ആ പ്രശ്നം വന്നത് അവർ സ്നേഹത്തിൽ തണുത്തുപോയി. സ്നേഹം തണുത്തുപോയി അവരുടെ. അപ്പം ഇങ്ങനൊരു കുറ്റം നിന്നോട് പറയാനുണ്ട്. എന്നിട്ട് അടുത്ത വാക്യം എഴുതിയേക്കുന്ന എന്താണ്? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. പറയുക, നീ ഇനിയും ഇങ്ങനെ പോവുകയാണെങ്കിൽ നിൻ്റെ നിലവിളക്ക് ഞാൻ അതിൻ്റെ നിരയിൽ നിന്ന് നീക്കിക്കളയും. യു വിൽ നോ ലോങ്ങർ ബി റെലവൻറ്റ് ചർച്ച്. അവരുടെ ആ പ്രസക്തി തന്നെ നഷ്ടപ്പെടും. അവർ ഈ ചുറ്റുമുള്ള ആശയിൽ എല്ലായിടത്തും ഇവരിൽ നിന്ന് വചനം മുഴങ്ങിച്ചെന്തെങ്കിൽ ഇവർ തന്നെ ആക്ച്വലി 3, ശരിക്കും പറഞ്ഞാൽ കർത്താവ് പറയുന്ന ഒരു 3 ഫോൾഡ് ഫോർമുലയാണ് എന്ന് പറഞ്ഞു. 1, റിമെമ്പർ, എന്താണ് നീ ഓർക്കണം. 2, റിപ്പൻറ്റ്, മാനസാന്തരപ്പെടും. 3-ാമത്തെ കാര്യത്തിൽ നീ പ്രവൃത്തി ചെയ്യണം. നമ്മൾ പറയുന്ന സ്നേഹമുണ്ടായാൽ ഞാൻ പ്രവൃത്തി ചെയ്യും. നോ, ഈ ലവ് എന്ന് പറയുന്ന ബൈബിൾ ഉപയോഗിച്ചേക്കുന്ന വാക്ക് നൗൺ ഫോം അല്ല, വെർബ് ഫോമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് സ്നേഹം തോന്നുന്നത് കൊണ്ട് ഞാൻ എന്തേലും ചെയ്യാൻ തുടങ്ങിയാൽ ഒരിക്കലും ചെയ്ത് നടക്കത്തില്ല. ചെയ്യാനുള്ളത് അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം അതിനെ ഫോളോ ചെയ്തോളും. അവിടെ ആ സ്നേഹം, ആ ഹൃദയത്തിൽ വ്യത്യാസം വന്നോളും. ഏതിൽ നിന്ന് നീ വീണു എന്ന് ഒന്ന് ചിന്തിക്കുക. ഇതാണ് കർത്താവ് അവർക്ക് കൊടുത്തൊരു കുറ്റപത്രം. ഇങ്ങനെ പോയാൽ ഒക്കത്തില്ല, വ്യത്യാസം ഉണ്ടായി തീരത്ത്. നീ ഒന്ന് ഓർത്തു നോക്ക്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം നമ്മൾ എടുക്കുകയാണെങ്കിൽ 21 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ, ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. ലാമെൻറ്റേഷൻസ് 3:21 ഓൺവേർഡ്സ്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത വലിയതുമാകുന്നു. യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ. യു റിമെമ്പർ ദാറ്റ്. ഏതാണ് ആ നല്ല വഴി എന്നൊക്കെ ഉള്ളത്, പണ്ട് നടന്നുകൊണ്ടിരുന്നത് എന്താണെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് അതുവഴിയൊന്ന് നടക്കുക. അപ്പോസ്തല പ്രവൃത്തികളിൽ 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ. എവിടെ നമുക്ക് തിരിയാമോ അവിടെ ദൈവം, കർത്താവ് അപ്പം റെസ്പോണ്ട് ചെയ്യും. അവൻ്റെ മുഖത്ത് നിന്ന് എന്തോ വരും? ആശ്വാസകാലങ്ങൾ. ഇതുവരെ നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്ന പല വിഷയങ്ങൾക്കും നമുക്കവിടെ വ്യത്യാസം വരും. കർത്താവിങ്കിലേക്ക് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞാൽ കർത്താവ് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് തിരിയുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാതിരിക്കുന്നതിൻ്റെ പല കാര്യങ്ങൾ? ഒന്ന്, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമുക്ക് ഒരു മാനസാന്തരത്തിലേക്ക് വരാനായിട്ട് കഴിയുന്നില്ല. കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, ഞാൻ എവിടെയാണ് തെറ്റിപ്പോയിരിക്കുന്നത്? എവിടെയാണ് ഞാൻ വ്യത്യാസപ്പെടേണ്ടത്? നമ്മളോട് പറയും, നമ്മുടെ ഹൃദയം ഭയങ്കര വക്രതയുള്ളൊരു ഹൃദയമാണ്. നമ്മളെല്ലാത്തിനെയും നമ്മൾ വിശുദ്ധമായി കളയും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു നിലയിൽ ഒരു വ്യത്യാസം നമുക്ക് ദൈവം ആഗ്രഹിക്കുന്നു. ആ കർത്താവ് എന്ത് പറയുന്നു
ആ ഇതിലേക്ക് നമ്മൾ മടങ്ങി വരുവാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. യെരമ്യാ പ്രവചനത്തിലെ 6-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. എങ്ങനെയായിരുന്നു, എവിടുന്നാണ് വീണുപോയത്? കർത്താവ് പറഞ്ഞു, നീ വീണുപോയത് എന്താണെന്ന് നോക്കി, എവിടുന്നാണ് വീണതെന്ന് കണ്ടുപിടിക്കും. ഏത് വഴിയിലായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്, എവിടുന്നാണ് ഞാനിപ്പോൾ മാറി നടക്കുന്നത്? നമ്മളത് ചോദിച്ച് മനസ്സിലാക്കി കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ അവൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഒരു നിലയിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമുക്ക് മനസ്സ് വെക്കാം. കാരണം നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് വലിയ കാര്യങ്ങളാണ്. ഈ 8-ാമത്തെ വർഷം ദൈവം ഉന്നതമായ കാര്യങ്ങൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പല പ്രാവശ്യമായിട്ട് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുക. നമുക്ക് മാത്രമല്ല, നമ്മൾക്ക് അനേകർക്ക്, ഈ എഫെസോസിലെ സഭയിലെ പോലെ ചുറ്റുമുള്ള അനേകർക്ക് നമ്മളൊരു വെളിച്ചമായിട്ട് നിൽക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഒരുക്കം, അതിനുള്ളൊരു വളർച്ച, അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 20-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഇത് എഫേസോസിലെ മൂപ്പന്മാരോട് പൗലോസ് അവസാനമായി പറഞ്ഞ വാക്കുകളായത്. ഞാൻ നിങ്ങളെ ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഭരമേൽപ്പിക്കുന്നു. പൗലോസ് പറഞ്ഞു 35-ന്റെ അവസാനത്തിൽ എഴുതിയേക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു എങ്ങനെ ജീവിക്കണമെന്നുള്ളത്, അതെങ്കിലും കണ്ട് അതുപോലെ ജീവിക്കണം എന്ന് പൗലോസ് അവരെ ഓർമ്മിപ്പിച്ചു. ഇത് നമ്മളിന്ന് കർത്താവ് നമ്മളോട് പറയുന്നത്, നമ്മളെ ഒരു എഫേസോസിലെ സഭയെപ്പോലെ ഒരു സ്ഥാനത്ത് നമ്മളെ ഈ ദേശത്താക്കിയിരിക്കുക. നമ്മളെക്കുറിച്ച് കർത്താവിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്. നമുക്കൊരു മീറ്റിങ്ങിലും ദൈവവചനം കേൾക്കാത്ത ഒരു മീറ്റിംഗ് നമുക്കില്ല. ഇവിടെ കഥ പറഞ്ഞ് ആരെയും പറഞ്ഞു വിടുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല. പൗലോസ് 2 വർഷം അവിടത്തിലധികം എഫേസോസിൽ താമസിച്ച് വചനം പഠിപ്പിച്ചെങ്കിൽ നമുക്കൊരു ദൈവദാസനുണ്ട്, വർഷങ്ങളായിട്ട് നമ്മളെ ദൈവവചനം പഠിപ്പിക്കുകയും മുമ്പോട്ട് നടത്തുകയും ചെയ്യുന്ന ഒരാളുണ്ട്. ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും തന്നിട്ട് ദൈവസഭ ആയിരിക്കേണ്ടതുപോലെ ദൈവസഭയ്ക്കകത്ത് മനുഷ്യർക്കൊരു വ്യത്യാസം. നമ്മൾ കണ്ടു, 50 കോടി രൂപയുടെ പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ട് കത്തിച്ചു എന്ന്. അത് വിശ്വസിച്ചവരുടെ ഇടയിൽ നിന്നാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് തന്നെ ദൈവസഭയെക്കുറിച്ചുള്ളൊരു ഭയമായി. ഈ ഒരളവിൽ മുമ്പോട്ട് പോകാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയില്ലെങ്കിൽ നമ്മൾ പുറകോട്ട് പോകുന്നത് അറിയത്തേയില്ല. നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്ത് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഈ വല്ലപ്പോഴും ഒഴുകിപ്പോകുക എന്ന് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു എഴുതിയേക്കുന്ന ആ ഭാഗത്ത് പറയുന്നത്, നമ്മൾ വളരെ ശാന്തമായി കിടക്കുന്ന ഒരു തടാകത്തിൽ ഒരു ബോട്ട് കരയിൽ അടുപ്പിച്ച് വെച്ചാൽ ബോട്ട് കെട്ടിയിട്ടില്ലെങ്കിൽ രാവിലെ വരുമ്പം ബോട്ട് അവിടെ കാണത്തില്ല. കാരണം എത്ര തിരയില്ലെന്ന് പറഞ്ഞാലും കാണാത്ത ഒരു ചെറിയ ഓളം അവിടെ കാണും. ആ ഓളം ഈ ബോട്ടിനെ തള്ളി 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 അത് വേറെ എവിടെയെങ്കിലും പോകും. ഇതേപോലെയുള്ള കാര്യമാണ് അവിടെ എഴുതിയേക്കുന്നത്. നമ്മളറിയത്തില്ല. അതുപോലെ ദൈവവചനത്തിലും ദൈവകൃപയിലും ആശ്രയിച്ച് നിന്നില്ലെങ്കിൽ, തിരിഞ്ഞ് നമ്മളോട് തന്നെ നോക്കിയില്ലെങ്കിൽ ഞാൻ എവിടെ ആയിരിക്കുന്നു? പുതിയ വർഷം നമ്മൾ തുടങ്ങി, നമ്മൾ പലതും ചിന്തിച്ചു, തീരുമാനിച്ചു, 1 മാസം കഴിഞ്ഞുപോയി.
രണ്ടാമത്തെ ഞായറാഴ്ചയായി ഇപ്പം ഫെബ്രുവരിയിൽ. നമ്മൾ തിരിഞ്ഞ് നമ്മളെ തന്നെ നോക്കുക. റിമെമ്പർ, റിപ്പൻറ്റ് ആൻഡ് ഓൾസോ കമ്മിറ്റ് ടു ഡു വാട്ട് ഗോഡ് വാണ്ട്സ് അസ് ടു ഡു. അങ്ങനെ മുമ്പോട്ട് നിൽക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പുതിയൊരു വർഷം കർത്താവ് നമ്മളെ മുമ്പോട്ട് നയിക്കട്ടെ. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.